ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ജേണിയിലെ 3-ാമത്തെ ദിവസം, 3rd ഡേ ആണെന്ന്. അപ്പോൾ ടാബ്ലറ്റൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്ന നീരിലൊക്കെ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ 3-ാമത്തെ ദിവസം രാവിലെ ഇതാണ് അവസ്ഥ. ഫ്രണ്ടിലാണ് കൂടുതൽ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ, കൂടുതൽ ഒരു തിക്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിലേക്ക് പോകുന്നതോറും നമ്മുടെ നോർമലി കുറച്ച് ഹെയർ ഉണ്ട്, അതിൻ്റെ കൂടെ ഒന്ന് ഉള്ളു പോയതുകൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇതല്ലാണ്ടേ കൊടുത്തില്ല. ഫ്രണ്ടിൽ ഈ 2 സൈഡിലാണ് കൂടുതലായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ എനിക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 2 ദിവസം വെച്ചിട്ടുള്ള ഫിക്സിങ് ആയിരുന്നു. 14-ാം തീയതി 15-ാം തീയതി 2 ദിവസമായിട്ട്. ഇന്നിപ്പോൾ 16-ാം തീയതി മോർണിംഗ് ആണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി 1 ഡേ കഴിഞ്ഞു. ഈ ഒരു സൈഡ്, റൈറ്റ് സൈഡ് ഇന്നലെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോഴും അതേമാതിരി തന്നെയാണ്, ഗ്രാഫ്റ്റ് എടുത്തിട്ടുള്ള സ്ഥലം. മറ്റ് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും നിലവിൽ ഇല്ല. നീരുണ്ടായിരുന്നതിലൊക്കെ നല്ല കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല മാറ്റമുണ്ട്. ഇനി ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങൾ മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഓരോന്നോരോന്ന് ചെയ്യാന്നുള്ള ഇതിലാണ്. അപ്പോൾ 3rd ഡേ മോർണിംഗിലുള്ള സിറ്റുവേഷൻ ഇതാണ്. എനിക്ക് തോന്നുന്നു 2nd ഡേയിൽ ഉണ്ടാകുന്ന നീരിനേക്കാളും കുറച്ചുകൂടെ നീര് കുറഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് നേരം വെളുത്തപ്പോൾ.